ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബദ്രിനാഥ് പോണ റൂട്ടിലാണ്. ഞാൻ ഇപ്പോൾ എണീച്ച ടൈമിൽ വ്ളോഗ് ഇടുന്നുണ്ടാ. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. ഇവിടെ ഒരു മന്ദിരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ടെൻ്റ് അടിച്ച് അപ്പുറത്ത് വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥയുണ്ടോ, കാലാവസ്ഥ നോക്കി ഓടാൻ നോക്കി ഫുള്ള് കൂടെ. ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഫുള്ള് കൂടെയായിരുന്നു റോഡ്. ഈ വണ്ടിയൊന്നും മര്യാദയ്ക്ക് എനിക്ക് കാണാൻ പറ്റണ്ടാവുന്നില്ല. അപ്പോൾ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനപ്പോൾ ഇപ്പം എണീച്ചുള്ളൂ കേട്ടോ. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പേ നമ്മൾ എന്തായാലും ഇനി പല്ല് വെക്കണം, ഫ്രഷ് ആകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇന്നലെ വന്നതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എന്തായാലും റൂം ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതെ ഇന്നലെ ജസ്റ്റ് ഇന്നലെ നമ്മൾ ഈ പുറത്തേക്ക് കഴിയുമ്പോൾ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. ഇന്നൊന്നിനെയും കണ്ടില്ല. അല്ലേ, അത്യാവശ്യം നല്ല വേണ്ട, അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് മേലിൽ. കണ്ടില്ലേ, നമ്മളെ പോണ വഴിക്കൊരു കട കണ്ട കേട്ടോ. ഈ ഒരു കട കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കണം. അപ്പോൾ റൈസ് ഉണ്ട്, പിന്നെ അതെ നമ്മുടെ രാജമാശാവലുണ്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് നമ്മളെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാന്നല്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ ഒരാളെ കണ്ടട്ടാ. ഹായ് ബ്രോ, व्हाट्स योर नेम? आपका नाम क्या है? आशीष शर्मा. आशीष शर्मा. आप किधर का है? मैं मध्य प्रदेश. मध्य प्रदेश. तो अब कितना दिन इधर? 2 दिन. कल था, आज कल चला जाऊँगा. अच्छा, आज किधर जाएगा? आज किधर जाएगा? अभी राम झूला जा रहा हूँ. उसके बाद वहाँ पे आश्रम वगैरह है वो देखूंगा, मेडिटेशन करूंगा. मेडिटेशन, हाँ. उसके बाद बीचेस वगैरह हैं उधर पे थोड़े से. अच्छा, तो वो भी एक्सप्लोर करूंगा. इवनिंग में अलग प्लान है थोड़ा सा, मतलब अभी एक्सप्लोर करूंगा और सारी जगह के बारे में. बीटल्स आश्रम है यहाँ पे, तो वो देखना है. फेमस इंग्लिश म्यूजिक बैंड. हाँ, बैंड. इधर एक फेस्टिवल कुछ है इधर, जंगी झूला, लक्ष्मण झूला, राम झूला का आगे जानकी झूला. हाँ, उधर फेस्टिवൽ कुछ है. मैं तो ഞാൻ ഇന്നലെ അവിടെ എന്തൊരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാട്ടോ പുള്ളിക്ക് സ്പൈനൽ കോഡിന് എന്തോ പ്രശ്നമൊക്കെ വന്നിട്ട് പുള്ളി കുറച്ചാൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിയുടെ ആ ഡിസബിലിറ്റിയൊക്കെ പുള്ളി മറന്നിട്ട് പുള്ളി അതിനുവേണ്ടി യാത്ര ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ വഴി വെച്ച് കണ്ടത് എന്തായാലും കണ്ടൊരു സന്തോഷം. ഓക്കെ, എനിവേ താങ്ക് യു, നൈസ് ടു മീറ്റ് യു ബ്രോ. ഓക്കെ, ഇത് കണ്ടില്ലേ, ആ കാറ് പറഞ്ഞാൽ പറ്റില്ല അവിടെ നിന്ന് കണ്ടില്ലേ, കാണാൻ പോയി പറ്റല്ലാടാ. അങ്ങനെ കോട ഉണ്ടോ കണ്ടില്ലേ, മേളിൽ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങി നോക്കി. അടിപൊളിയാണ്ടാ. നമ്മളെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേക്കണം, ഫ്രഷ് ആവണം എന്ന് വിചാരിച്ചിരിക്കണേണ് ഇതിൽ. ഇപ്പം ഏകദേശം ഒരു 7 മണിയായിട്ട് കറക്റ്റ് 7 മണിയായി കറക്റ്റ്. അപ്പോഴുള്ള ഇതാണ്ടാ. ഞാൻ രാവിലെ ഒരു 6:45 പേടിച്ചപ്പോൾ ഇത് ഫുള്ള് ഈ വണ്ടിയുടെ ഇവിടെയൊക്കെ ഫുള്ള് നിറച്ച് കോടയായിരുന്നു. ഒന്നും കാണാൻ പറ്റണ്ടാവില്ല റോഡ്. അവിടെ നമ്മുടെ സൂര്യൻ വന്നിട്ടാ അതിൽ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ പല്ലൊക്കെ തേച്ച് കൈയിടല് അതേപോലെ പശുക്കൾ പോകണ്ട കേട്ടോ ഇതിൽ. ഇപ്പോൾ ഇവിടുത്തെ ഫോട ഫുള്ളും പോയി, കാരണം നല്ല തണുപ്പിടാ പോക്കൊക്കെ കൈയപ്പോൾ എന്തോ പോലെ. ഞാൻ അപ്പം ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ദേവപ്രയാഗ്, അവിടുന്ന് ശ്രീനഗർ, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, അവിടുന്ന് ബദ്രിനാഥ്, അങ്ങനെയാണ് റൂട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഓടെ കുറേയൊക്കെ പോകണം കേട്ടോ. കണ്ടില്ലേ, അവിടെയൊന്നും ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല റോഡ്. അവിടെ വണ്ടി വന്നിട്ടുണ്ടോ എന്നെങ്കിൽ ആ ലൈൻ്റെ ലൈറ്റ് അടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതെ സൂര്യൻ വന്നിട്ടുണ്ട് അവിടെ. കണ്ടില്ലേ, അവിടെ ലൈറ്റ് കണ്ടില്ലേ, അവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ബസ് വന്നിട്ടില്ലേ. നമ്മളിത് ഇവിടെ ഒരു ഇതിലായിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു അമ്പലമാണ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്. ഞാൻ ആള് എന്തോ സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പറ്റുമെന്ന് തോന്നിട്ടാ. കാരണം പുള്ളി ഏകദേശം ഒരു 21 മാസം യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുപോലെ തന്നെ പുള്ളി മധ്യപ്രദേശുകാരനാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ തീർത്ഥാടനം അങ്ങനെ ഉള്ള ഒരു ഇതായിട്ടാണ് പുള്ളി ഇറങ്ങിയേക്കുന്നത്. പുള്ളി എല്ലാ അമ്പലങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നത് ബദ്രിനാഥ്, കേദാർനാഥൊക്കെ പോയിട്ട് വന്നതെന്നാട്ടെ എന്നോട് പറഞ്ഞാൽ. പിന്നെ പുള്ളി നേരെ പോണത് ഋഷികേശ്, അവിടെ നിന്ന് രാമേശ്വരമൊക്കെ പോകാൻ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറയണ.
ഞാൻ ഇങ്ങനെ പുള്ളീനോട് കുറേയൊക്കെ ചോദിച്ച്. കാരണം ഇന്നലെ നമ്മൾ ഇവിടെ ഇന്നപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്ത് പുള്ളിക്ക് ഓൾറെഡി ഇവിടെ അടിയിൽ കുറേ വീട്ടുകാരൊക്കെ, ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ചിരിക്കുന്ന ടൈമിൽ കുറേ വീട്ടുകാരൊക്കെ വന്ന് കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാ. അപ്പോൾ എന്നോട് പുള്ളി വേണമെന്ന് വെച്ചാൽ അവർ വേണ്ട, ഞാൻ ഓൾറെഡി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്ത്, പുള്ളിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാഗിയാണ് ഉണ്ടാക്കിയ, വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ നമ്മുടെ സാധനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്ട. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് അതില്ലേ, നല്ല തണുപ്പാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പയ്യെ ടെൻ്റൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാട്ടാ. നമുക്ക് ഈ ഇവിടെ ഒരു കടയാണ് കേട്ടോ, ആ കടക്കാരൻ ഒരു ചായ കൊണ്ട് വന്നിട്ടാ. ഓക്കെ, പോണ പുള്ളിയാണ്. പുള്ളി കുറച്ച് ഇത് ബണ്ണും കൊണ്ടുവന്നിട്ടാ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ കയ്യിലേക്ക് ബണ്ണ് വെച്ച് തന്നത്, അതാണ് അവനെ വീഡിയോ എടുക്കാനാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നോക്കി, റോഡ് നോക്കി ഭയങ്കര ഇതാട്ടോ, റോഡൊന്നും കാണാൻ പോലും പറ്റില്ല. ഞാൻ വയ്യ ഇറങ്ങാനാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വയ്യ ഉണ്ടാ നോക്കട്ടെ ഇവിടെ. എനിക്കൊന്നും ആളകത്ത് പ്രാർത്ഥനയിലാണ്. ആളകത്ത് എന്തോ ഞാൻ പറഞ്ഞില്ലേ, ആൾ ഇതേപോലെ അമ്പലങ്ങൾ എല്ലായിടത്തും പോയിട്ട് ഇതേപോലെ പ്രാർത്ഥനകൾ കാര്യങ്ങൾ അങ്ങനത്തെ ആളകത്ത് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു. ആൾ വന്നെയാണെങ്കിൽ ആളെ കാണിക്കാട്ടാ. ഇതാണ്ടാ भैया ओके अब नाम आपका? मेरा है, हमारा ये नाम बताते हैं ना, ऋषि रुद्र। हमारे 2 उपाधि मिली हमको, ऋषि और रुद्र समझ गए? अच्छा, ऋषि रुद्र शिवराम बाबा। अच्छा अच्छा अच्छा। अब एमपी का है? एमपी के हैं, भोपाल जी है, मतलब भोपाल से है। कैपिटल भी है, राजधानी भी, संभाग भी है, जिला भी है, श्रीनगर में रहते हैं। जाएगा ओके ठीक है. കാരണം പുള്ളി ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഇവിടെ എല്ലാ അമ്പലങ്ങളും കയറിയാണ് പുള്ളി പോണത്. പുള്ളി നടന്നാട്ടെ യാത്രയാണ്. അപ്പോൾ പുള്ളിയുടെ വലിയ പൈസ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പുള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ കാര്യങ്ങൾ അതേപോലെ തന്നെ ഉറങ്ങണ നമ്മളെപ്പോലെ തന്നെ ഇവിടെയൊക്കെ കിടക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും കടയിലോ ഏതെങ്കിലും വീടുകളിലോ എവിടെയെങ്കിലുമൊക്കെ അവർ പോയി ചോദിക്കും. അപ്പോൾ അവർ കൊടുക്കും. പിന്നെ അങ്ങനെ ചിലവില്ലല്ല, പിന്നെ നടന്നല്ലേ പോകണം. അപ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എന്തായാലും പുള്ളിയുടെ ആഗ്രഹങ്ങൾ പോലെ പുള്ളിയുടെ യാത്രകളൊക്കെ എല്ലാം സഫലീകരമാകട്ടെ. നമ്മളും നമ്മുടെ യാത്ര, കാരണം നമ്മളെ അനുഗ്രഹിച്ചാണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ കുറേ കാര്യങ്ങൾ, പുള്ളി എന്തൊക്കെ അങ്ങനെ പുള്ളി കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ്. കാരണം നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് അവരുടെ കുറേ കാര്യങ്ങളും പിന്നെ അതേപോലത്തെ അനുഭവങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം. എനിക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ടാകുക. ഞാനപ്പോൾ അങ്ങനെ ഇതാക്കി. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇറങ്ങാനായിട്ടാ. കണ്ടില്ലേ ഭയങ്കര കോടയുണ്ട് ഇവിടെയൊക്കെ. പിന്നെ അതെ വായതൊക്കെ പോകണ്ടാ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. സ്പെക്സ് വെച്ചിട്ടാണെങ്കിൽ ഫോഗ് കാരണോണ്ടേ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടില്ലേ ഇതാണ് അവസ്ഥ. നമ്മൾ സൂര്യൻ ചേട്ടൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു വെയിലൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല തണുപ്പാണ് കേട്ടോ. പക്ഷേ കണ്ടില്ലേ ഇതാണ് കാലാവസ്ഥ കേട്ടാ. നമ്മളിപ്പോൾ നേരെ പോണത് ദേവപ്രയാഗാണ്. ദേവപ്രയാഗ് എന്നിട്ടാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ നോക്കാം. ഇപ്പോൾ കുറച്ച് ഇറക്കമുണ്ടാവും. ഇനി അങ്ങാടേക്ക് കയറ്റമൊക്കെ കാര്യങ്ങളൊക്കെയാണ് വരാൻ പോണത്. കാരണം ബദ്രീനാഥ് എന്ന് പറഞ്ഞ ഒരു മേളിലാണ്, അതായത് മൗണ്ടനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കയറാനാണെങ്കിൽ ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ പൈപ്പാണ് കേട്ടോ. മറ്റേ ഇതുണ്ടല്ലോ ഈ അതുള്ളതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടും, കുടിക്കാനാണെങ്കിലും പിന്നെ അല്ലാത്ത യൂസിങ്ങിനാണെങ്കിലും കുളിക്കാനായി. ഇപ്പോൾ നമ്മുടെ ഭയ്യ പുള്ളി രാവിലെ തന്നെ ഈ തണുത്ത വെള്ളത്തിലാണ്ട കുളിച്ച. ഞാൻ ആലോചിച്ച് പുള്ളിനൊക്കെ സമ്മതിക്കണം കേട്ടോ. അവിടെ ഒരു കയറ്റുണ്ട്, അതാണ് കയറാനുള്ള അറിയില്ല കേട്ടോ. ഇവിടെ ഈ ഒരു ബ്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പണി കിടക്കണോണ്ട് മേലിൽ നിന്ന് കല്ലിടിഞ്ഞിടിഞ്ഞ് വീഴണ്ട കേട്ടോ. അപ്പോൾ പോണോയ്ക്ക് ആൾക്കാരെ തലേ വീഴാതിരിക്കാൻ വേണ്ടി ഇവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അവിടെയൊക്കെ റോഡിൽ അത്യാവശ്യം കല്ല് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ തടഞ്ഞു നിർത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയാണ്, ദേവപ്രയാഗ് പോണ റൂട്ടാണ് ഇത്. അപ്പോൾ അത് കണ്ടില്ലേ ഇഷ്ടംമാതിരി വണ്ടി ഇതൊക്കെ നോക്കാം.
ചേട്ടന്മാർ വണ്ടിയൊക്കെ ഇതാണ്ടാ ബ്ലോക്ക് ആക്കി വെച്ചേക്കുന്നതാണ്. കാരണം എപ്പോഴാന്ന് പറയാൻ പറ്റില്ല, കാരണം കല്ലിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എല്ലാവരുടെ തലയിൽ വീഴും, വണ്ടിയിലൊക്കെ വീഴും, പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വേണം കേട്ടോ പോകാൻ. ദേവപ്രയാഗ് പോകുന്ന റൂട്ടാണ്. ഇവിടേക്ക് എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ സംഭവിക്കാട്ടോ. കാരണം അതിനുള്ളൊരു മുൻകരുതലായിട്ടാണ് അവർ അവിടെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരു ഭിത്തി പോലെ പണിയും, പിന്നെ അതേപോലെ തന്നെ മേളിൽ നിന്ന് ഇങ്ങനെ ഷീറ്റ് പോലെ ഇങ്ങനെ നെറ്റ് പോലത്തെ ഒരു സാധനം ഇടും കേട്ടോ. അത് അത്യാവശ്യം സ്ട്രോങ് ഉള്ളതാണ്. കാരണം അതാകുമ്പോൾ ഇടിഞ്ഞു പോകണ മണ്ണ് കറക്റ്റായിട്ട് അടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും കേട്ടോ എന്നാ. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലേ എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാം. അപ്പോൾ അതാണ് അതൊരു ഇതാണ്. അല്ലെങ്കിൽ കാരണം ഹൈവേ ആണിത്, നമ്മൾ പോണ റൂട്ട് തന്നെയാണ്. വലിയ വണ്ടിയായാലും ചെറിയ വണ്ടിയായാലും ആളുകളൊക്കെ നടന്നു പോണ റൂട്ടും കൂടി ഉണ്ട് ഇത്. അപ്പോൾ അതാണ്ടാ നമ്മളങ്ങനെ ഏകദേശം ദേവപ്രയാഗ് എത്താറായിട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഇനി ഇറക്കുവാണ് അങ്ങാടേക്ക്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഞങ്ങൾ. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, എന്താണ് സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി കണ്ടില്ലേ, അടിപൊളിയായിട്ട് കാണാൻ. പിന്നെ അതേ അടിയിൽ കൂടെ ഒരു ബ്രിഡ്ജൊക്കെ പോകണ്ടിട്ട് എനിക്കൊന്നും അങ്ങാടേക്ക് കയറി ചെല്ലാനുള്ള റോഡാണ് തോന്നുന്നത് കണ്ടില്ലേ, അടിപൊളിയാണ്ടാ. പിന്നെ അതേ അവിടെ ഇഷ്ടംമാതിരി ഇതുണ്ട്. എനിക്ക് അതാണ് ദേവപ്രയാഗ് കേട്ടോ. ഞാൻ സൈക്കിൾ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയേട്ടാ. അപ്പോൾ അത് ഇവിടെ നിന്നുള്ള കാഴ്ചയുണ്ട്. അടിയിൽ നമ്മുടെ ഗംഗാരൂർ ഒഴുകാണ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അവിടെ എന്തോ ഒരു ഇതുണ്ട്, ശിവൻ്റെ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. പിന്നെ അതേ ഇവിടെ എന്തോ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ദേവപ്രയാഗ് എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ നിന്ന് അങ്ങാടേക്കാണ് പോകേണ്ടത്, ബദ്രീനാഥ് റൂട്ട് പോകേണ്ടതെന്നല്ലേ. മഞ്ഞൊന്നും കാണല്ല, അവിടെ മലകളുണ്ട് ഇഷ്ടംമാതിരി, പക്ഷേ ഒരു മലയിലും മഞ്ഞ് കാര്യങ്ങളൊന്നും കാണല്ല. പിന്നെ അതേപോലെ തന്നെ കേദാർനാഥ് പോണ റൂട്ടും ആ ഒരു റൂട്ടാണ് കേട്ടോ. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ അത് ഇറക്കമൊക്കെ വരുമ്പോൾ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടേട്ടാ. അങ്ങനെ നമ്മൾ ശ്രീനഗർ പോണ റൂട്ട് എത്തിയത്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ദേവപ്രയാഗാണ്. കണ്ടില്ലേ അടിപൊളി കാഴ്ചയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഈ ഒഴുകി കാണുന്നത് നമ്മുടെ ഗംഗാ റിവറാണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടില്ല, ടോപ്പിൽ നിന്ന് അവിടെ നിന്നും കണ്ടതും ഗംഗാ റിവർ തന്നെ. ഇതിൻ്റെ പാർട്ടാണ് കേട്ടോ. അടിപൊളിയാട്ടോ. ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇവിടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി വേണം മേളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു ബ്രിഡ്ജായിട്ട് നിങ്ങൾ വന്നൊഴിക്കാണ്ട് കേട്ടോ. പക്ഷെ നോക്കിയാൽ അടിപൊളിയായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകാൻ നോക്കിയേ. പിന്നെ അത് മാത്രമല്ല ആ ഒരു വ്യൂവും അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി. കണ്ടില്ലേ അപ്പുറം ഇപ്പുറം മലകളാണ്, അതിൻ്റെ നടുക്കൂടിയാണ് റിവർ ഒഴുകുവാനേട്ടാ. കണ്ടില്ലേ നല്ല വ്യൂ ആണ്. ഞാനപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇതും കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് കേട്ടാ. അടിപൊളിയാട്ടാ. കണ്ടില്ലേ നമുക്ക് എന്താ തണുപ്പൊന്നുമില്ല, അങ്ങനെ വലിയ തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ മേലേക്ക് കയറി ചെല്ലുമ്പോൾ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. എനിക്ക് ഇത്ര നേരം നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടാ. ഇപ്പോൾ അതേ കയറ്റം സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയാണ്ടാ റോഡ് കാര്യങ്ങൾ. അത് ഇപ്പുറത്ത് നോക്കി, ഇപ്പുറത്ത് ലാൻഡ് സ്ലൈഡ് കാര്യങ്ങൾ, ഓരോരോ കല്ലുകളൊക്കെ ഇട്ട് താഴത്തേക്ക് വിടണം കേട്ടോ. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പുറത്തെ അടിയിൽ കൂടെ നമ്മുടെ ഗംഗാ റിവർ ഒഴുകണ്ട കേട്ടോ. നല്ല വെയിലുണ്ട് ഇപ്പം, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അപാര വെയിലുണ്ട് കേട്ടോ ഇപ്പം. പക്ഷേ രാത്രി നല്ല തണുപ്പായിക്കോട്ടെ, നല്ല വെയിലുണ്ട് ഇപ്പം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാറ്റൊക്കെ വീശുമ്പോൾ ചെറിയ തണുപ്പ് അടിക്കണ്ട കേട്ടോ. നമ്മളെ പന്ന വഴിക്ക് ഒരു കടയൊക്കെ കയറിയിട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ ചോറും പയറേറി ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ടിരിക്കുന്നുണ്ടാ. കാരണം നല്ല വിശപ്പുണ്ടാകുന്നുണ്ടാ. നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ വേറെ വിശപ്പുണ്ടാകുന്നു. ഞാൻ ആദ്യം വിചാരിച്ച പോലെ മാഗി മേടിച്ചിട്ടുണ്ടാക്കാമെന്ന് വെച്ച്. മാഗി ഇന്നലെ മാഗി കഴിച്ചാൽ പിന്നെ അതുകൊണ്ട് എനിക്കൊരു മടിയായി. രാത്രി മാഗിയാണ് നമ്മൾ കഴിച്ചാൽ. അപ്പോൾ ഞാൻ പിന്നെ അത് കാരണം ചോറ് മേടിച്ച് ഇവിടെ വന്നിട്ടേ. അപ്പോൾ ഇവിടെയൊക്കെ റേറ്റ് ഉണ്ട് അത്യാവശ്യം. എന്നാലും നമ്മൾ കണ്ടില്ലേ എന്തായാലും കഴിച്ചിട്ടിരിക്കണേ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളെ ഇപ്പോൾ ശ്രീനഗറിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടാ. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഹായ് ഹായ് ഭയ്യ, आपका नाम?
My name is Sandeep Kumar. Sandeep. I am from district Sonipat, Haryana. Sonip Haryana. Yes, Okay. I along with my friend. Yeah. Hi, Amit. Okay. आपका नाम? Naveen. नवीन. ओ सोनीपत. Oh. Hi, Ashkar. Myself, Amit. Amit. Om. Oh. Okay. Thank you. Okay. See you. Thank you. Okay. Nice to your journey. Thank you. You complete your journey as your wish, as your dream. Thank you. Aspect your Yeah. your future. Yeah. That's as your such an adventure, as a journey, as a not a journey. It can be says that at a full life adventure, just like in a traveling in a cycle in a hilly area. It is specific such a worst and worst condition because there is a running by the car is a maximum 30 or 40 kilometer in per hours, but in a case of cycle we can see that it is very difficult comparison to any of the car, any of the motor vehicle. But sir, Mr. Asghar, you are such a pleasant boy. You are ठीक है. I again wish to God. Okay. ठीक है. Thank you भैया. Successful Okay. your dream. Okay. Thank you. Thank you. Okay. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവരെ വഴിയിൽ വെച്ച് നമ്മൾ ടാറ്റ കൊടുത്തിട്ട് അപ്പോൾ ഇവർ വന്ന് വണ്ടി ഇവിടെ നിർത്തി. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചിട്ടാ. നമ്മൾ കുറേ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് എന്തായാലും കണ്ടതിന് ഭയങ്കര സന്തോഷം. അത് നമുക്ക് ആപ്പിളൊക്കെ തന്നിട്ടുണ്ടെന്ന് പാവം. അപ്പോൾ എന്തായാലും ഇവർ നേരെ ബദ്രീനാഥിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇനി ബദ്രീനാഥ് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും കണ്ടതിലും അതേപോലെ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയതിനും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യട്ടാ. നമ്മളിപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വന്യക്കേണ്ട കാഴ്ച ഉണ്ടോ, അടിപൊളിയാണ്. നമ്മുടെ ഗംഗാ റിവർ ആണ്ടി ഒഴുകണം. പിന്നെ അത് അങ്ങാടേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് പോകാനുള്ള വഴി ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ കറങ്ങി വരാനുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ അത്യാവശ്യം വീടുകൾ, വില്ലേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ വീഡിയോ എടുക്കണമെങ്കിൽ രണ്ടുപേരെ കണ്ട. ഹായ്, आपका नाम? अभिषेक चौधरी. अभिषेक चौधरी. ओ, आपका नाम क्या है भैया? दिलीप चौधरी. ओके. आप किधर का है? बुलंदशहर. अच्छा. आईडी क्या है? ट्रैवल बाय अशकर मेरा यूट्यूब चैनल है. आईडी के आएगा वीडियो, आएगा आपका यूट्यूब पे आएगा. അപ്പോൾ ആരെക്കൊണ്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യിക്കാലാന്ന് വെച്ചിട്ടാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കാലാന്ന് നോക്കുക. അപ്പോൾ ഐ ഡി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ എനിക്കൊന്നും ചെറിയ എന്തോ ഒരു ടെമ്പിൾ പോലെയാണ് കേട്ടോ അടിയിൽ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ഇങ്ങനെ അത്യാവശ്യം ഈ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് മുങ്ങിക്കുളിച്ചിട്ട് ഗംഗയിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് അവർ ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം ശരിക്കും എന്താ പറയുക, ഇവിടെ നിന്ന് രാവിലെ എണീച്ചിട്ട് ഗംഗയിൽ മുങ്ങിയിട്ട് അങ്ങനെ എന്തോ കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഹിന്ദു മതവിശ്വാസപ്രകാരം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ഈ വഴിയാണ് തോന്നുന്നുണ്ട്, അറിയില്ല. ഇനിയിപ്പോൾ ബദ്രീനാഥ് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. അവിടെ നിന്ന് ഇനി മാന വില്ലേജ് അങ്ങനെ പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അപ്പോൾ ഏകദേശം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മലയിലും നമ്മളങ്ങനെ ഇത് കണ്ടില്ല കേട്ടോ, മഞ്ഞൊന്നും കണ്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് 2 റോഡ് വന്നിട്ടോ. എന്നാൽ എനിക്ക് തോന്നുന്നത് രുദ്രപ്രയാഗാണ് അല്ലെങ്കിൽ കർണപ്രയാഗ് വഴിയാണെന്ന് തോന്നുന്നത്. നമ്മൾ സ്പിറ്റായി പോകണം. അതായത് കേദാർനാഥ് പോകാൻ പറ്റും, പിന്നെ അതേപോലെ തന്നെ ബദ്രീനാഥ് പോകാൻ പറ്റും. ഇവിടെ കേദാർനാഥ് എന്തായാലും ക്ലോസ് ആയി. കാരണം ദീപാവലി കഴിഞ്ഞോടെ കേദാർനാഥ് ക്ലോസ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനിപ്പോൾ എല്ലാവരോടും ചോദിച്ച് എല്ലാവരും പറഞ്ഞത് കേദാർനാഥ് ക്ലോസ് ആയെന്ന് പറഞ്ഞു. കാരണം മഞ്ഞ് വീണടക്കുകയെന്ന് പറഞ്ഞാൽ ബദ്രീനാഥ് ഈ 17-ാം തീയതി വരെ ഉള്ളൂ എന്നാണ് കേട്ടേക്കണം. നമുക്ക് എന്തായാലും 17-ാം തീയതിക്ക് മുമ്പ് എത്തുകയെന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും മാക്സിമം കുറച്ച് സ്പീഡിൽ പോകട്ടെ. കാരണം ഈ റൂട്ടിൽ വേറെ അങ്ങനെ നമുക്ക് കാണാനോ അങ്ങനെ പോണ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ ഇല്ല. പിന്നെ അതേപോലെ സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് സ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും പ്രാർത്ഥന, തീർത്ഥാടനം അതേപോലെ വന്ന ആളുകൾക്ക് കൂടുതലും ഇവിടെ ഇതേപോലെ അമ്പലങ്ങളിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പോവുള്ളൂ. നമ്മളങ്ങനെ പോകണില്ല. നമ്മൾ നേരെ ബദ്രീനാഥ് പോകാൻ പ്ലാൻ ഇട്ടേക്കാനാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തെറ്റിപ്പോയിട്ടാ. ഇത് ഗംഗാ റിവർ അല്ല, ഗംഗാനദി അല്ല, ഇത് അളകനന്ദ റിവറാണ് കേട്ടോ. അതായത് നമ്മുടെ ദേവപ്രയാഗ് എത്തിയ ടൈമിൽ സ്പ്ലിറ്റ് ആയതാണ്. ദേവപ്രയാഗ് എത്തുമ്പോൾ 2 റിവർ സ്പ്ലിറ്റ് ആണ്. ഒന്ന് അളകനന്ദ റിവറും പിന്നെ ഒന്ന് എന്താണ്
പിന്നെ ഭഗീരഥി എന്ന് പറഞ്ഞൊരു റിവറാണ്. അതായത് ഞാൻ ഇതിൽ മാപ്പിൽ നോക്കിയപ്പോൾ വേണ്ട ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ 2 റിവറാണ് സ്പിറ്റാണത്. ഒന്ന് ഈ അളകനന്ദ റിവറും പിന്നെ ഭഗീരഥി റിവറും എന്നാണ് അതിൻ്റെ പേര്. കണ്ടില്ലേ, ഈ ഒരു റൂട്ട് നമ്മൾ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ടല്ല പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് അങ്ങാടേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇന്ന് ശ്രീനഗറാണ് സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റേയുടെ കാര്യം സെറ്റായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ പറയട്ടെ, കാരണം എന്താണ് എങ്ങനെയെന്ന് ഡീറ്റെയിൽ അവിടെ ചെന്നാലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പോയിട്ട് വേണം കയറി പോകാനുണ്ടോ. അപ്പോൾ ഇതാണ് അളകനന്ദ റിവറാണ്. ചെറിയ രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ ഇരുട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം നമുക്ക്. നമ്മളങ്ങനെ ശ്രീനഗർ എത്താറായിട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ കാണാണ്ട് ശ്രീനഗർ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഇതില്ലേ, അടിപൊളിയാണ്ട. ഇവിടെ ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയായിട്ട് കേൾക്കാട്ട. അപ്പോൾ നമ്മളെ ഇവിടെ എത്തി, ശ്രീനഗർ എത്തി. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ച് നേരം പരിചയപ്പെടുത്താട്ടെ. ഹായ് ബ്രോ, എങ്ങനെ പേരെങ്ങനെ? ഷിബിൽ. ഷിബിൽ എവിടെ സ്ഥലം? പെരിന്തൽമണ്ണ. ഓ സ്ഥലം അരിയോട് മലപ്പുറം. എങ്ങനെ? ശരത്ത്. മലപ്പുറം തന്നെ. എല്ലാവരും മലപ്പുറംകാര് തന്നെ കേട്ടാ. കാരണം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ എയറോഫി കിട്ടിയാണ്ട. അപ്പോൾ എന്തായാലും ഇവരെ കണ്ടേനും അതെ എല്ലാത്തിനും ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവരുടെ ഒപ്പമാണ്. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇവിടെ എനിക്ക് ബദ്രീനാഥ് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 100 സംതിങ് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു രുദ്രപ്രയാഗ് കഴിഞ്ഞിട്ടാണെന്നല്ല, കർണപ്രയാഗ് തന്നെ. എനിക്കൊന്നും അവിടെ എത്താൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നത്, അറിയില്ല, നോക്കാം മാക്സിമം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെയാണ്. ഓക്കെ.